അമ്മേ മാരിയമ്മേ, ദേവി മാരിയമ്മേ. ആഗസ്റ്റ് 10 ആണ്. ആഗസ്റ്റ് 10 വ്യാഴാഴ്ചയാണ് ഗുരു പൂർണിമ. പൗർണമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുലദേവത പൂജ ചെയ്യാറുണ്ട്. ദേവിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് പൗർണമി തിഥി എന്ന് പറയുന്നത്. ലക്ഷ്മി പൂജ ചെയ്യുന്നതിനും സൂര്യചന്ദ്രനെ നോക്കി ലളിത സഹസ്രനാമം ചൊല്ലുന്നതിനും ഏറ്റവും നല്ല ദിവസമാണ് പൗർണമി തിഥി. എന്നാൽ ഈ പ്രാവശ്യത്തെ പൗർണമി തിഥി എന്ന് പറയുന്നത് ഗുരു പൂർണിമയാണ്. എന്താണ് ഗുരു പൂർണിമ ദിവസം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് എന്താണ് ഗുണം ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മവഹനം കുറയ്ക്കുന്ന ദിവസമാണ് ഗുരു പൂർണിമ എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമുക്ക് ഈ ദിവസം കിട്ടുന്നത്. നമ്മുടെ മുൻജന്മ പാപങ്ങൾ തീർന്നു വിടുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഗുരു സങ്കല്പത്തിന് മുന്നിൽ എല്ലാം സമർപ്പിക്കുന്ന ദിവസമാണ് ഗുരു പൂർണിമ. ഗുരു എന്ന് പറയുന്നത് ഒരു സംസ്കൃത വാക്യമാണ്. ഗു എന്ന് പറയുന്നത് അന്ധകാരമെന്നും രു എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്നുവെന്നുമാണ്. നമ്മളെ അജ്ഞതയിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നവരാണ് നമ്മുടെ ഗുരു. ആദ്യ ഗുരുവായി നമ്മൾ കാണുന്ന പരമശിവനെയാണ്. പരമശിവൻ ദക്ഷിണാമൂർത്തിയുമായി അവതരിപ്പിച്ചത് ഈ ഗുരു പൂർണിമ ദിവസമാണ്. ഭഗവാൻ പരമശിവൻ ദക്ഷിണാമൂർത്തി രൂപത്തിൽ അവതരിച്ച് സപ്തഋഷിമാർക്ക് യോഗജ്ഞാനം നൽകിയത് ഈ ദിവസമാണ്. ഈ സപ്തഋഷിമാർ ലോകം മുഴുവൻ നടന്ന് അവർക്ക് ലഭിച്ച അറിവ് പകർന്നു നൽകി എന്നാണ്. ഈ ദിവസം പരമശിവനെയും യോഗീശ്വരനെയും മാരിയമ്മയെയും മാടസ്വാമിനെയും കറുപ്പസ്വാമിനെയും വീരഭദ്രനെയും ഭൈരവനെയും പൂജിക്കുന്നതിലൂടെ നമുക്ക് അറിവ് ലഭിക്കുകയും ഉന്നതിയിൽ എത്തുവാനുള്ള സാധിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീർച്ചയായും ഗുരുവിനെ വണങ്ങുന്നത് വളരെയധികം നല്ല ഫലം കുട്ടികൾക്ക് നൽകും. ഗുരുവായി യോഗീശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് പൂജ നടത്താവുന്നതാണ്. 12 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. ഈ വർഷത്തെ ഗുരു പൂർണിമ ഗുരുചന്ദ്രയോഗത്തോടു കൂടിയാണ് ഗുരു പൂർണിമ വരുന്നത്. ചന്ദ്രൻ ധനുരാശിയിലും സൂര്യൻ മിഥുനരാശിയിലും. എന്നാൽ ഈ പ്രാവശ്യം ഗുരു ഭഗവാൻ മിഥുനരാശിയിലുമുണ്ട്. പൗർണമി തിഥിയും മൂലം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. ഗുരുചന്ദ്രൻ ദൃഷ്ടിയിൽ ആയതുകൊണ്ട് ഈ ദിവസം നമുക്ക് അന്നദാനം ചെയ്യുന്നതും ശ്രേഷ്ഠമായ ഫലം ലഭിക്കും. പൗർണമിയും മൂലം നക്ഷത്രവും ഒന്നിച്ചു വരുന്നതുകൊണ്ട് തന്നെ ദൈവികമായ കാര്യങ്ങൾക്ക് പൂജകൾക്കും ചെയ്താൽ നമുക്ക് അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. ധനുരാശി എന്ന് പറയുന്നത് വേദങ്ങളുടെ രാശി കൂടിയാണ്. ഗുരുവിൻ്റെ പാദത്തിൽ യോഗീശ്വരന് പൂജ നടത്തുന്ന വഴി നമ്മുടെ മുൻജന്മ പാപം പോയി കിട്ടും. എല്ലാവരും നാളെ നടക്കുന്ന പൂജയിലും ദക്ഷിണാ സമർപ്പണത്തിലും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാക്കനാട് തുതിയൂർ മാരിയമ്മൻ കോവിലിൽ നാളെ നടക്കുന്ന ഗുരു പൗർണമി പൂജയിലും രാവിലെ നടക്കുന്ന ഇളനീർ അഭിഷേകത്തിലും ദക്ഷിണ സമർപ്പണത്തിലും വസ്ത്രസമർപ്പണത്തിലും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഗുരുവിൻ്റെ അനുഗ്രഹം നേടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. മുൻജന്മ പാപങ്ങൾ തീരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും മാറിക്കിട്ടും. ഗുരു സങ്കല്പത്തിന് മുന്നിൽ ശിരസ നമിക്കുന്ന ദിവസമാണ് ഗുരു പൂർണിമ. എല്ലാവരും നാളെ അനുഗ്രഹം നേടാനായി അവരുടെ ആത്മീയ ഗുരുക്കന്മാരോട് പ്രാർത്ഥിക്കണം. ഈ വർഷം നമുക്ക് തുതിയൂർ മാരിയമ്മൻ കോവിലിൽ ഗുരു പൗർണമി നടത്തുവാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. യോഗീശ്വരനുള്ള പൂജയിലും യോഗീശ്വരന് വസ്ത്രസമർപ്പണത്തിലും വെറ്റിലടക്ക വെച്ചുള്ള ദക്ഷിണ സമർപ്പണത്തിലും നമ്മൾ പങ്കെടുത്ത് നമ്മുടെ മുൻജന്മ പാപങ്ങൾ തീർക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. മാരിയമ്മൻ മാടസ്വാമി സേവാസംഘം എന്ന പേരിൽ ഈ മാരിയമ്മൻ മാടസ്വാമി സേവാസംഘത്തിൻ്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നമുക്ക് ഇതുപോലത്തെ നല്ല ഉപയോഗപ്രദമായ വീഡിയോകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇത് തയ്യാറാക്കിയിരിക്കുന്നു രാകേഷ് PG കാക്കനാട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അമ്മേ മാരിയമ്മേ, ദേവി മാരിയമ്മേ, മാടസ്വാമി തുണേ.